മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള ആശയിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച നമ്മുടെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ ആഴ്ചയിലെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാതാപിതാക്കൾ പകർന്നു നൽകിയ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് രമ്യ വരുൺ. ഞാൻ അജ്മാനിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ താമരശ്ശേരി രൂപത കണ്ണോത്ത് ഇടവകാംഗമാണ്. എൻ്റെ പേര് സിനി സോബിൻ. ഞാൻ അജ്മാനിൽ ഫാമിലിയോടൊപ്പം താമസിക്കുന്നു. ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. നാട്ടിൽ പാലാ രൂപതയിൽ കോതനെല്ലൂർ കന്തീശങ്ങൾ ഫൊറോനാപ്പള്ളി ഇടവകാംഗമാണ്. സിനി ചേച്ചി, വിശുദ്ധ അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? അതെ, വിശുദ്ധ അൽഫോൻസാമ്മ പഠിപ്പിച്ച ഏക സ്കൂളായ വാഴക്കാട് സ്കൂളിലാണ് എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയത്. 10ാം ക്ലാസ് വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ചാച്ചൻ്റെ മൂത്ത സഹോദരിയെ വിശുദ്ധ അൽഫോൻസാമ്മ പഠിപ്പിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയൊരു സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു നിമിഷം തന്നെയായിരുന്നു അതൊക്കെ. പിന്നെ വിശുദ്ധ അൽഫോൻസാമ്മ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു രോഗസൗഖ്യത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ UK പോയ സമയത്ത് അവിടെ ചെന്ന ഉടനെ തന്നെ 3-4 ദിവസങ്ങളിലുള്ളിൽ തന്നെ എൻ്റെ കാലിൻ്റെ പാദത്തിന് ഭയങ്കര ചൂടും പുകച്ചിലും ഭയങ്കര വേദന, ചട്ടി ഞാൻ നടക്കുന്ന അവസ്ഥയായിപ്പോയി. അതുപോലെ വേദനയായിപ്പോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച്. പ്രത്യേകിച്ചും കാലുകൾക്ക് കൊടുക്കുന്ന മാധ്യസ്ഥ ശക്തി വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് ദൈവം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം കിടക്കാൻ നേരത്ത് ഞാൻ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 80% വേദനയും പോയി. പുകച്ചിൽ ആ ബുദ്ധിമുട്ട് നന്നായിട്ട് മാറി. ആ വേദന ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിക്കാൻ തക്ക രീതിയിൽ ഒരു നേരിയൊരു വേദന മാത്രം. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണമായിട്ട് മാറി. അങ്ങനെ ഞാൻ നേർച്ച നിറവേറ്റുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ചേച്ചി ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ കുഞ്ഞുനാളിലെ ഒരു അനുഭവം ഓർമ്മ വരുന്നത്. ഇതെൻ്റെ മമ്മി പറഞ്ഞു തന്നിട്ടുള്ള ഒരറിവാണ് എനിക്കുള്ളത്. ഞാൻ ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര പനിയും ഛർദിയും ഒക്കെ വന്ന് ഞാൻ ഭയങ്കര സിക്കായി മാറിയ സമയത്ത് മമ്മി അന്ന് എൻ്റെ അപ്പച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം മമ്മി എന്നെയും കൂടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ആ സമയത്ത് മമ്മി അൽഫോൻസാമ്മയുടെ മാസത്തിൽ രോഗസൗഖ്യം നേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് മാറുകയും പിന്നെ എനിക്ക് അൽഫോൻസാമ്മയുടെ ഭരണങ്ങാനത്ത് പോയി ആ കബറിടത്തെങ്കിലും പ്രാർത്ഥിച്ച് അത് രോഗസൗഖ്യത്തിന് നന്ദി പറയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അൽഫോൻസാമ്മ വഴി ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. സിനി ചേച്ചി, ഈശോയുടെ സ്നേഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുമ്പോൾ ഇതിലേക്ക് നമ്മളെ നയിച്ചത് നമ്മുടെ ചെറുപ്പകാലത്തിലെ അനുഭവങ്ങളല്ലേ? ആ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? അതെ രമ്യ, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 10 മക്കളാണ്. അതിൽ ഇളയവളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ചേച്ചി വരുന്നത് ഒരു വലിയ കുടുംബത്തിൽ നിന്നാണല്ലോ. അതെ, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകളായിട്ട് എനിക്ക് ജനിക്കാൻ ദൈവത്തിൻ്റെ വലിയ കൃപ തന്നെയാണ്. അതിൽ ഞങ്ങൾ 6 ആണുങ്ങളും 4 പെണ്ണുങ്ങളും ആയിരുന്നു. അതിൽ രണ്ടാമത്തെ ചേച്ചി വളരെ ചെറുപ്പത്തിലെ 2 വയസ്സിലെ എന്തോ അസുഖം വന്ന് മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. ഈശോയുടെ അടുത്തിപ്പം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. പിന്നെ 2 ചേച്ചിമാരുള്ളത്, 2 ചേച്ചിമാരും ഈശോയുടെ മണവാട്ടികളായിട്ട് ഇന്ന് ജീവിക്കുന്നു. നന്നായി ചെറുപ്പത്തിലെ തന്നെ അമ്മച്ചി എനിക്ക് വിശുദ്ധരുടെ ബുക്കുകൾ, പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ കൊച്ചുറസ്യ, ഇവരുടെയൊക്കെ ബുക്കുകളൊക്കെ എനിക്ക് വായിക്കാൻ തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ വായിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു തീപ്പൊരി ഉണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെയൊക്കെ ജീവിച്ചാൽ നല്ലതാണ്. ഈശോയുടെ സ്നേഹം ഓർത്തുകൊണ്ട് ഈശോയുടെ സ്നേഹത്തെ പ്രതി ഓരോ ചെറിയ കാര്യങ്ങളും ചെയ്യാൻ
ചെയ്താൽ നല്ലതാണ്, അതിനുവേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ കൂട്ടുകാർ ചോദിക്കുമായിരുന്നു, ചേച്ചിമാർ മഠത്തിൽ പോയല്ലോ, അപ്പോൾ ആ പുറകെ ഞാനും മഠത്തിലായിരിക്കുമല്ലേ, മഠത്തിൽ പോകുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ചാച്ചനോടും അമ്മച്ചോടും ചോദിക്കും, ഞാൻ എന്താ ഞാനും മഠത്തിൽ പോവുകയാണോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചാച്ചൻ എനിക്ക് പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതാന്തസ് ഈശോ തന്നെ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ദൈവവിളി കുടുംബജീവിതത്തിലോട്ടാണ് എൻ്റെ ദൈവവിളി എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ആ ഒരു സമയം മുതൽ ഞാൻ ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് ഞാൻ ഓർക്കുമ്പോഴൊക്കെ, ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളി, അവരുടെ മാതാപിതാക്കൾ, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ തന്നെ എനിക്ക് ചെന്ന് കയറാനുള്ള കൃപ ദൈവം തന്നു. ദൈവത്തിന് സ്തുതി. ചേച്ചിയുടെ അപ്പച്ചൻ പറഞ്ഞു തന്ന വാക്കുകൾ എന്നെപ്പോലെയുള്ള മാതാപിതാക്കൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. കാരണം നമ്മൾ ആദ്യം അവിടുത്തെ ഇഷ്ടമാണ് തിരിച്ചറിയേണ്ടത് എന്ന് നമ്മൾ നമ്മുടെ മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഓർമ്മ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യമാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളവയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. ജെമ്മി പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ദൈവഹിതത്തോട് ചേർന്ന് എന്ത് തീരുമാനമെടുത്താലും ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും. പിന്നെ ഞാനൊരു കാര്യം ഓർക്കുകയാണ്, എൻ്റെ നേഴ്സ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് ചാച്ചനൊപ്പം നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് കൂടുതലും ഭൗതിക കാര്യങ്ങളെക്കാൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂട്ടുകാരൊക്കെ ഓടി വരുമായിരുന്നു. അവരുടെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അപ്പം ചാച്ചൻ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ആത്മീയ കാര്യങ്ങളായിരുന്നു കൂടുതലും ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അതെ ചേച്ചി, നമ്മുടെ മക്കൾ പുറത്ത് പഠിക്കാൻ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ പലപ്പോഴും അവരുടെ ഭൗതിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. എന്നാൽ അതോടൊപ്പം അവരുടെ ആത്മീയ കാര്യങ്ങളിലും അവരുടെ ആത്മീയ കാര്യങ്ങൾക്കുള്ള വളർച്ചയ്ക്കും മാതാപിതാക്കളായ നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. അത് ചേച്ചിയുടെ അപ്പച്ചൻ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തിലെ ചില അനുഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കഴിയുന്നത്ര എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയ്ക്ക് പോകുമായിരുന്നു. അത് ഞാൻ മാത്രമല്ല, ഞങ്ങൾ 3-4 ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾ രാവിലെ പോകും. അപ്പോൾ എല്ലാവരും പറയും പള്ളി തുറക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തുമെന്ന്. അതിനുശേഷം വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് നൊവേനയും കഴിഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി അവിടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പിരിയുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഓർമ്മകളൊക്കെ ഒത്തിരി സ്നേഹത്തിൻ്റെയും മധുരമുള്ള ഓർമ്മകളായിട്ട് മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തിരുന്ന വേറൊരു കാര്യമായിരുന്നു, 8 നോയമ്പിൻ്റെയൊക്കെ സമയത്ത് അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അമ്മച്ചിമാരെല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് കൊന്ത ചെല്ലും. ആ സമയത്ത് ഞങ്ങളും ആ കൂടെ കൂടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾ അവരുടെ കൂടെ കൂടുന്നത് കാണുമ്പോൾ. അപ്പോൾ അവരും ആ കൂട്ടായ്മയിലോട്ട് ഞങ്ങളെ ചേർത്ത് നിർത്തി അതിലൂടെ ഞങ്ങൾക്കും പ്രാർത്ഥനയിലോട്ട് ഒരുപാട് വളർന്നു വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ നേഴ്സിംഗ് സ്കൂൾ കാലഘട്ടത്തേക്ക് ഓർമ്മ വന്നത്. അവിടെ ഞങ്ങൾ നേഴ്സിംഗ് സ്കൂളിൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ കാത്തലിക് സ്കൂളിൽ തന്നെയാണ് പഠിക്കാൻ അവസരം കിട്ടിയത്. അതിനാൽ തന്നെ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മടിയാണെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ നിർബന്ധം കൊണ്ടാണെങ്കിലും ഇന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് ജോലി ചെയ്തതും അല്ലെങ്കിൽ പഠിച്ചതും അതൊക്കെ വലിയൊരു ബലം തന്നെയായിരുന്നെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധന, വിശുദ്ധ ദിവികാരുണി ആരാധന ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഓരോ ബാച്ചുകാർക്കുമുള്ള പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി പ്രെയർ ലീഡ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ എന്തെങ്കിലും വിഷമമുള്ള സമയത്താണെങ്കിൽ ശക്തമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് പ്രെയർ ശരിക്കും നല്ല സ്ട്രോങ് തന്നെയായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ അവിടെ നേഴ്സിംഗ് സ്കൂളിൽ തന്നെ ഒരു ചാപ്പലുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാപ്പലിൽ പോയി കിടന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ബൈബിൾ തുറന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു വചനം തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരാശ്വാസമായി. അങ്ങനെ നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ. ഞാൻ പഠിച്ചത് ഒരു നോൺ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലായിരുന്നു. പക്ഷേ എല്ലാ ഞായറാഴ്ചകളിലും അവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമുക്ക് സ്കൂൾ ക്യാമ്പസിൽ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കും. നമുക്ക് പുറത്തൊന്നും പോകേണ്ടതായിട്ടുള്ള യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ
എല്ലാവരും കൂടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു റൂമിൽ കൂടിയിരുന്ന് കൈകൾ കോർത്ത് പിടിച്ച് അന്നത്തെ ദിവസത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പഠന മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും രോഗാവസ്ഥയാണെങ്കിലും എല്ലാം സമർപ്പിച്ച് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഒരു അനുഭവം ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിട്ടുണ്ട്. അത് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്നത് വലിയൊരു വിടുതലായിരുന്നു. ഇന്ന് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുവാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഈശോ ഒരുപാട് ആ സമയത്ത് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം ഒരുപാട് അനുഭവിച്ചാണ് നേഴ്സിംഗ് സ്കൂൾ കാലഘട്ടം കടന്നു പോയത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ എനിക്ക് എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർ തന്നെ എന്നോട് ചിലപ്പം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു വിഷമമുണ്ട്, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പം പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ നേഴ്സിംഗ് പഠിച്ച് ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പം എൻ്റെ റൂമിലല്ല വേറൊരു റൂമിലുള്ള ഒരു ചേച്ചി എന്നോട് ഒരു ദിവസം വന്ന് പറഞ്ഞു, സിനി എന്നെ കൊന്തയെല്ലാം പഠിപ്പിക്കാവോ? കൊന്തയെല്ലാം അറിയത്തില്ല, നോൺ കാത്തലിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എനിക്കും വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു പോന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത നാളിൽ ആ ചേച്ചി എൻ്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് വീണ്ടും കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിച്ചു. അപ്പോഴാണ് എന്നോട് ആ ചേച്ചി പറയുന്നത്, അന്ന് സിനി പ്രാർത്ഥിക്കുക എന്നുള്ള എനിക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു. സിനി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഷെയറിങ് ഒന്ന് കേൾക്കുമ്പോൾ, അവരുടെ ഒരു വിഷമം കേൾക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അവർക്കതൊരു ആശ്വാസമായെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈശോയ്ക്ക് മഹത്വം. ചേച്ചി, ബലഹീനരായ നമ്മുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അതിന് ഉത്തരം നൽകുമ്പോൾ അത് കർത്താവിൻ്റെ ഒരു വലിയ കരുണയാണ്. അതിൻ്റെ എല്ലാ മഹത്വവും കർത്താവ് തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ നേഴ്സുമാരുടെ കൂട്ടായ്മയെ പറ്റിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു കൂട്ടായ്മയെ പറ്റിയുള്ള അറിവുണ്ടായത്. അതിനുശേഷം ആ കൂട്ടായ്മയിലോട്ട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേഴ്സുമാർ തന്നെയാണല്ലോ ഈ കൂട്ടായ്മയിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കുവാനും അതിനുവേണ്ടി ഈശോയുടെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനും ഉള്ള വലിയ ഒരു അനുഗ്രഹമാണ് ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുവഴി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഇവിടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി മാറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, പാസ്സായി. അവർ ജോയിനിങ് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി യാതൊരുവിധ വിവരവും ഉണ്ടായിരുന്നില്ല. സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ ഈ കൂട്ടായ്മയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. അന്നും ഇത് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഏകദേശം 1 മാസത്തിന് ശേഷം എനിക്ക് അവിടുന്ന് ഒരു മെയിൽ വന്നു. പഴയ ജോലി സ്ഥലത്ത് നിന്ന് റിസൈൻ ചെയ്ത് പുതിയ ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് എന്നെ അവർ അറിയിച്ചു. അത് എനിക്ക് ഈ കൂട്ടായ്മയിലൂടെ കിട്ടിയ ഒരു വലിയ അനുഭവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം ഞാൻ ഓർക്കുകയാണ്. ഫിലിപ്പീൻസ് 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിന് അർപ്പിക്കുമെന്ന്. ശരിക്കും ഈ വചനം അന്വർത്ഥമാക്കിയ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. 1-2 അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സൗദി വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ. അവിടെ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു പ്രാവശ്യം അടുത്ത മാസത്തെ ഡ്യൂട്ടി റോട്ട ഇട്ടപ്പം എനിക്ക് ലേബർ റൂമിൽ പോസ്റ്റിംഗ് വന്നു. മാക്സിമം ഞാൻ ചോദിച്ചു എൻ്റെ ഡ്യൂട്ടി മാറ്റി വീണ്ടും പകരം പഴയ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെ തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ പറഞ്ഞു പറ്റില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. എനിക്ക് ലേബർ റൂം ഒട്ടും മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവില്ല, എനിക്കറിയാം. അത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ നൈറ്റ് ഡ്യൂട്ടിയിൽ തന്നെ ഞാൻ ലേബർ റൂമിനകത്ത് കയറി മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ച് പിടിച്ച് ഒരു കരുണക്കൊന്ത ചെല്ലാൻ ദൈവാനുഗ്രഹിച്ചു. അങ്ങനെ ആ കരുണക്കൊന്ത ചൊല്ലി ആ കൂടെ തന്നെ ഞാൻ ഇങ്ങനെയും കൂടെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഒന്നുകിൽ എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യാനുള്ള കഴിവൊന്ന് തരണം, അതല്ല എങ്കിൽ എന്നെ ഇവിടുന്ന് മാറ്റി പഴയ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റണം, ഏതെങ്കിലും ഒന്ന് തന്നേ പറ്റുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റി ദൈവാനുഗ്രഹിച്ചു. അതൊരു കാര്യം. പിന്നീട് ഞാൻ UK പോയി. അത് കഴിഞ്ഞ് കുടുംബമായിട്ട് അവിടെ താമസിക്കാം എന്നൊക്കെ കരുതി പോയി. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ അവിടുന്ന് പോരേണ്ടതായ ഒരു സാഹചര്യം വന്നു.
അപ്പോൾ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി, എന്താണ് ഞാൻ ചെയ്യുന്നത്, ഇനി എങ്ങോട്ട് പോകും, എവിടെയാണേലും ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനും ജീവിത പങ്കാളിയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ മാതാപിതാക്കൾ നാട്ടിലിരുന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ശരിക്കും വളരെ തീഷ്ണതയോടെ കരഞ്ഞാണ് പ്രാർത്ഥിച്ചത്. കാരണം എവിടേക്കാണ്, ഇനി ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. ആ സമയത്താണ് എൻ്റെ ഒരാങ്ങളെയും കുടുംബം ഇവിടെ ദുബായിലുണ്ടായിരുന്നു. അങ്ങനെ അവരാണ് പറഞ്ഞത്, ഇവിടെ നമുക്ക് ജോലി നോക്കാം, ഇവിടെ വാ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിവിടെ വരാനിരിക്കുന്ന സമയത്താണ് ആ നാത്തൂൻ തന്നെ എനിക്കൊരു വചനം അയച്ചു തന്നു. ഫിലിപ്പീൻസ് 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ശരിക്കും അത്രയും വിഷമിച്ചിരുന്ന ആ ഒരു സമയത്ത് ആ വചനം കേട്ടപ്പോൾ ഒരുപാട് ഒരു ശക്തിയായിരുന്നു. കുറേ തവണ ഞാൻ ആ വചനം ആവർത്തിച്ച് പറഞ്ഞു. ഒത്തിരി ശക്തിയായിരുന്നു ആ വചനം. അങ്ങനെ ദൈവകൃപയാൽ ഇവിടെ വന്നു. എമോച്ചിൻ്റെ എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. ഡേറ്റ് ഇടുന്നില്ലായിരുന്നു. ആ സമയത്ത് ജീവിത പങ്കാളിയും കുടുംബവും നാട്ടിലിരുന്ന് ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി എപ്പിസോഡിൽ പ്രത്യേകം ഈ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ഈ ഡേറ്റ് ഓപ്പണാക്കി ദൈവത്തിൻ്റെ കൃപയാൽ ഡേറ്റ് കിട്ടി, എക്സാം എഴുതി പാസ്സായി. അങ്ങനെ എമോച്ച് ലൈസൻസ് കിട്ടിയെങ്കിലും എനിക്ക് ഇവിടെയും കുറേ നേഴ്സിംഗ് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇവിടുത്തെ തിയേറ്ററിൽ എനിക്ക് ആകെ എക്സ്പീരിയൻസ് ഉള്ളത് ഓപ്പറേഷൻ തിയേറ്റർ മാത്രം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ ഇവിടുത്തെ അഡ്വാൻസ് ടെക്നോളജിയൊക്കെ ആയിട്ട് എനിക്ക് ജോലി ചെയ്യാനൊരു ഭയമായിരുന്നു. അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഈശോയ്ക്ക് അറിയാതെ. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് കാണിച്ചു തരണം. ഏതായാലും ജോലി ചെയ്യാൻ പറ്റത്തില്ല, ആകെ അറിയാവുന്ന ഒരു പ്രൊഫഷൻ നേഴ്സിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈശോ എന്നെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കോൾ വന്നു. CSST എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടേക്ക് രജിസ്റ്റേർഡ് നേഴ്സിനെ തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. ഓക്കെ, എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം തോന്നി. എന്തായാലും ദൈവകൃപയാൽ എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ CSST എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ചേച്ചി, എൻ്റെ ജോലി മേഖലയിലും ഇതുപോലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഒരു സ്കൂൾ നേഴ്സായിട്ടായിരുന്നു ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ചെറിയ മോളുണ്ടായിരുന്നപ്പോൾ ആ ജോലി എനിക്ക് ഈശോ അറിഞ്ഞു നൽകിയതാണ്. ആ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കന്ന് സാധിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഒന്ന് ജോലി മാറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ആ സമയത്ത് ഇൻപേഷ്യൻറ്റ് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ ഞാൻ ഒരു ഇൻപേഷ്യൻറ്റ് വർക്ക് ചെയ്യും. എൻ്റെ സ്കിൽസ് എല്ലാം പോയതായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ പ്രത്യേകം ഈശോയോട് ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കും, ഈശോയെ നിനക്കറിയാലോ എനിക്ക് അധികം കഴിവുകളൊന്നുമില്ല, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനും അറിയില്ല. അപ്പോൾ പക്ഷേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയും വേണം. അങ്ങനെ നിത്യവും ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തെങ്കിലും ഒരുപാട് റിജക്ഷനൊക്കെ നേരിട്ടു. പക്ഷേ കറക്റ്റ് ഒരു സമയമായപ്പം കർത്താവ് എന്നെ ഏറ്റവും നല്ല ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു. അതെൻ്റെ കഴിവിന് ചേരുന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ OPD നേഴ്സായിട്ടാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈശോയുടെ വചനമാണ് ഈ നിമിഷം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. 1 പത്രോസ് 5:6 പറയുന്നത് പോലെ, കർത്താവിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളൂ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനം ഈ സമയത്ത് എനിക്ക് ഒരുപാട് ബലവത്തായിട്ടുണ്ട്. എൻ്റെ ഈ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോകാൻ എന്നെ സഹായിച്ചത് ഈ വചനമായിരുന്നു. ദൈവത്തിന് മഹത്വം. ദൈവം നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കൂടെ എന്നും ഉള്ളവനാണ് നമ്മുടെ ദൈവം. അതെ ചേച്ചി, ഇപ്പം നമ്മുടെ ഈ ജോലി മേഖലകളിലൊക്കെ ഈശോയെ പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമേ കുറച്ച് നാളുകളേ ഉള്ളൂ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. എങ്കിലും ആ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈശോയെ, എൻ്റെയോ സഹപ്രവർത്തകരുടെയോ കയ്യിലെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് പോലും ഒരു രോഗിക്കും ഒരു കുഴപ്പവും സംഭവിക്കില്ലേ, അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന ഇപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, CSST എന്ന ഇൻസ്ട്രുമെൻസുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് നന്മയായിട്ട് ഭവിക്കണമേ, അങ്ങനെ ഒരു ചെറിയൊരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെല്ലാറുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ബ്രെയിൻ സർജറി പോലുള്ള വലിയ സർജറികളൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വരുമ്പോൾ
ദൈവമേ ഇത് ഏത് പേഷ്യൻ്റാണോ ആ പേഷ്യൻ്റൊന്നും ഒരു കുഴപ്പമൊന്നും വരില്ല, പെട്ടെന്ന് തന്നെ സുഖപ്പെടണേ, അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ ചിലപ്പോൾ മെഷീനുകളൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എറർ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലൊരു ചെറിയൊരു കുരിശൊക്കെ വരച്ച് ഇപ്പം ഞാൻ ഓൺ ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല, അങ്ങനെ ഒരു ചെറിയൊരു കുരിശ് വരച്ചൊക്കെ പ്രാർത്ഥിക്കുക. അതൊക്കെ എൻ്റെ ചെറിയൊരു പ്രാർത്ഥനകളാണ്. ചേച്ചി, വിശുദ്ധന്മാരും ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ആളുകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ മുമ്പിലുണ്ടായിരുന്ന പക്ഷികളോട് സുവിശേഷം പ്രസംഗിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധന്മാരും നമ്മളോട് ഇങ്ങനെയുള്ള മാതൃക കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇൻഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ ആണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ മുമ്പിലുള്ളത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ പോലും ഒരു നിമിഷം അത് ഉപയോഗിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ എൻ്റെ ജോലി മേഖല എന്ന് പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഉള്ള കെയറാണ് അവിടെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ ഡയബറ്റീസ് വരുമ്പോൾ അത് ഭയങ്കര ഒരു വേദനയുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾക്ക്. അതിൻ്റെ മാനേജ്മെൻറ്റും അവരെ മധുരം കഴിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തണം, ഡെയിലി ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കണം, ഷുഗർ ചെക്ക് ചെയ്യണം. അതൊക്കെ മാതാപിതാക്കൾക്ക് തുടക്കത്തിൽ ഭയങ്കര അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതിനുപരിയായിട്ട് ആ ദിവസം ആ മാതാപിതാക്കളെ ആ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അവർ ഫോളോ അപ്പിനൊക്കെ വരുമ്പോൾ അവരതുമായിട്ട് ചേർന്ന് ജീവിച്ചു തുടങ്ങി എന്ന് കാണുമ്പോൾ ഈശോയ്ക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ഫൗസ്തീനായോട് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്ത് ചെയ്താലും നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ വിജയമല്ല, ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നീ എടുക്കുന്ന ആ ഒരു ശ്രമമാണ് ഞാൻ പരിഗണിക്കുന്നത്. അതുപോലെ നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളും ചെയ്യുമ്പോൾ അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റവും മനോഹരമാക്കി ചെയ്യാൻ ശ്രമിക്കാം. അതിലൂടെ ഈശോ മഹത്വപ്പെടട്ടെ. ആമേൻ. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് പ്രതിഫലം നൽകിയ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ഓരോ സഹനങ്ങൾക്കും പ്രതിഫലം നൽകും എന്ന ഉറപ്പോടെ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.